2026 ആഘോഷയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃത്യം 5 മണിക്ക് ബസ് പുറപ്പെടുന്നുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കറക്റ്റ് ഒരു 5:45 തന്നെ മാറ്റി ബസ്സിലെത്തിയിട്ടുണ്ടായിരുന്നു. പഞ്ച്വാലിറ്റിന്റെ കാര്യത്തിൽ ഞങ്ങൾ പേര് കേട്ട തറവാട്ടുകാരായതുകൊണ്ട് അതൊന്നും ആർക്കൊരു വിഷയം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളെല്ലാം സീറ്റിംഗ് ഒക്കെ റെഡിയാക്കി ബസ് ഞങ്ങൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ബസ്സിൽ കയറിയതിൻ്റെ ആവേശത്തിൽ ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കംപ്ലീറ്റ് എനർജി രാവിലെ തന്നെ കളയണ്ടല്ലോ എന്ന് കരുതി നമ്മളെല്ലാവരും ഒന്ന് ഇരുന്നു. കാരണം കല്യാണം കഴിഞ്ഞതിൻ്റെ ക്ഷീണം തന്നെ നമുക്ക് എല്ലാവർക്കും പെൻഡിങ് ആയിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ ഒന്ന് ഇരുന്ന് കുന്നമംഗലം എത്തിയപ്പോഴാണ് സോനു ബസ്സിൽ കയറുന്നത്. പോണം പറഞ്ഞ് പ്ലാൻ ചെയ്ത് അവസാനം നമ്മൾ പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ, പോയിരിക്കുകയാണ്. പിന്നെ ഞാൻ അന്നത്തെ ഏകദേശം ടൂറിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തു. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈമിലാണ് നമ്മൾ ഓരോ പ്ലേസ് വിസിറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഒന്ന് ജസ്റ്റ് പറഞ്ഞു കൊടുത്തു എല്ലാവർക്കും. ഈശ്വര പ്രാർത്ഥനയിലൂടെ ഒരു 7 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ അടിവാരമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് റീഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓരോ ഗ്ലാസ് സ്ഥലമൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ചുരം കയറി മുകളിലെത്തി. പിന്നെ അവിടെ വ്യൂ പോയിന്റിലുള്ള വ്യൂസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ അവിടുന്ന് ചായ കുടിക്കാനുള്ള ഒരു പ്ലാനൊക്കെ സെറ്റാക്കിയിട്ടാണ് അവിടുന്ന് പോരുന്നത്. എന്നിട്ടൊരു 8:30 ആയപ്പോഴേക്കും നമ്മൾ വൈത്തിരിയെത്തി. തിരക്കില്ലാത്തൊരു ഏരിയ നോക്കിയിട്ട് നമ്മൾ ചായക്കുള്ളതൊക്കെ സെറ്റാക്കി. ബ്രേക്ക്ഫാസ്റ്റിനുള്ളതൊക്കെ നമ്മൾ ഇവിടുന്ന് കരുതിയിട്ടാണ് പോയത്. നമ്മൾ ചായ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പത്തിരി നമ്മൾ ഓർഡർ ചെയ്തതായിരുന്നു, നൈസ് പത്തിരി. പിന്നെ കടലക്കറി നമ്മൾ വീട്ടിലുണ്ടാക്കി. ഇവിടുന്ന് താഴോട്ടില്ല, പശ്ചിമ താഴോട്ടുള്ള മഴ പെയ്യുന്ന സാധനങ്ങളെല്ലാം ഇവിടെ കുറച്ച് മഴ പെയ്ത്, ഇവിടെ കുറച്ച് തോടിൽ മഴ പെയ്ത് താഴോട്ട് ഇറങ്ങി. ഈ തോട്ടിൽ അങ്ങോട്ടേക്കാ വെള്ളം പോണേ. ഈ വെള്ളം ഏത് കടലിലേക്കാ പോവാണ്? കടലിലേക്കല്ല പോവാ, തോട്ടിക്ക് പോവാ. അല്ല, അത് ഗുരുത്വാകർഷണ ബലം കൊണ്ട് തോന്നുന്നുണ്ട്. തണുപ്പാണ്, നമ്മുടെ ജിമ്മിന്ന് പഠിച്ചിട്ടുണ്ട്. ഇങ്ങോട്ടുള്ള നമുക്ക് അങ്ങോട്ടായി തോന്നും. ശരിക്കും ആക്ച്വലി ഇത് അങ്ങോട്ടേക്ക് ഒഴുകുന്നത്. പിന്നെ ചായയൊക്കെ കുടിച്ച് ഉഷാറായതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് എന്നൂരേക്കായിരുന്നു. എന്നൂരേക്ക് പോവാന്ന് പറഞ്ഞാൽ നമ്മൾ പോയ സ്ഥലത്തുനിന്ന് ജീപ്പിൽ കയറിയിട്ട് കുറച്ച് പോകാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം ജീപ്പിൽ ഫസ്റ്റ് ട്രിപ്പിൽ ഞങ്ങൾ കുറച്ച് പേര് കയറിപ്പോയി. ജീപ്പിനൊക്കെ പെർ ഹെഡ് റേറ്റ് വരുന്നുണ്ട്, അപ്പ് ആൻഡ് ഡൗൺ റേറ്റ് വരുന്നുണ്ട്. നമ്മളത് ആദ്യം എടുത്തിട്ടാണ് നമ്മൾ പോവുക. കാരണം ജീപ്പിനല്ലാതെ വേറൊരു വഴിയില്ല അങ്ങോട്ടേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ട്. കാരണം അത്രയും പീക്കിലാണ് ആ ഒരു ഏരിയ ഉള്ളത്. ഞങ്ങളെ ജീപ്പായിരുന്നു ഫസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് ബാക്കിയുള്ളവരൊക്കെ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെയുള്ള 3 ജീപ്പിലായിട്ട് എല്ലാവരും വന്നതിന് ശേഷമാണ് ഞങ്ങൾ മുകളിലേക്ക് കയറിയത്. ജീപ്പിൽ അവിടെ എത്തിയെങ്കിലും പലരും മുകളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു അവിടെ. വെയിലിൻ്റെ ചൂടും കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പാച്ചു കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് നമ്മളൊരു കുട കയ്യിലും കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ആ കുടയും പിടിച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അവിടുത്തെ പല രൂപങ്ങളും പെയിന്റിങ്ങുകളും ഒന്നും നമുക്കത്ര മനസ്സിലായിട്ടില്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയാണ്. എന്നൂര് എത്തിയിരിക്കുകയാണ്. ഇവിടെ അതിമനോഹരമായ ഊരുണ്ട്. അറിയും നന്നായിട്ട് അറിയും. പിന്നെ ആ ഒരൊറ്റൊരു ഡയലോഗിന്റെ പേരിൽ മോൾട്ടീനെ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നങ്ങ് വാരി. നല്ല വെയിലാണ്. നല്ല വെയിലാണെങ്കിലും ഞങ്ങളെക്കാളൊക്കെ എത്രയോ സ്പീഡിൽ അച്ഛന്മാരും അമ്മമാരും മുകളിലെത്തിയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ. അങ്ങനെ മുകളിലെത്തിയതിന് ശേഷം അവിടെയും ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്ക് തന്നെ എല്ലാവരും ഏകദേശം കുഴങ്ങിയിട്ടുണ്ടായിരുന്നു.
അപ്പോൾ പാച്ചുവിന് വിശക്കുന്നതുകൊണ്ടും അവൻ പത്തിരി അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് പാച്ചുവിന് ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ വേറെ ഒന്നും സ്നാക്സ് ഐറ്റംസ് ഒന്നും ഇല്ലായിരുന്നു, കേക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഓരോ പ്ലം കേക്ക് ഓരോ പീസ് വാങ്ങി അത് കഴിച്ചു എല്ലാവരും. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നപ്പം അവിടെ തന്നെ ചെറിയൊരു പാർക്കിംഗ് ഏരിയ ഉണ്ട് കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ. അപ്പോൾ അതിൽ ഇത് നല്ല രസമായിട്ട് തോന്നി ഞങ്ങൾക്ക്. അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക്കാണ് കുട്ടികൾക്ക്. പക്ഷേ പാച്ചു അതിലൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ ട്രൈബൽ മാർക്കറ്റ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അവിടെ കയറി. അത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ഓരോ പരമ്പരാഗതമായിട്ടുള്ള ഓരോ രീതികൾ, ഇപ്പം നൃത്തങ്ങളായിട്ടും പിന്നെ അവർ നെല്ല് കുത്തുന്നതും പിന്നെ അതുപോലെ തന്നെ അമ്പ് ചെയ്യുന്നതും എല്ലാം ഉണ്ടായിരുന്നു. ഈ നെല്ല് കുത്തുന്നതിനും പിന്നെ അവരുടെ ആ ഡാൻസ് കാണുന്നതിനൊന്നും നമുക്ക് വേറെ പേയ്മെൻറ്റിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അമ്പ് ചെയ്യുന്നതിനൊക്കെ നമുക്ക് ചാർജ് ഉണ്ടായിരുന്നു അവിടെ. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അവരുടെ ഡാൻസിൻ്റെ ഇത് കാണാൻ പോയത്. ആ കലാരൂപത്തിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു, ഒരു 10-15 മിനിറ്റ് ഉണ്ടായിരുന്നു. അത് ഓരോ ടൈമിനാണ് അവിടെ. ഒരു 10:45 പിന്നെ 12:30 അങ്ങനെ ഓരോരോ ടൈമിനാണ് അവിടെ. പിന്നെ അതൊക്കെ കഴിഞ്ഞേരും ഒരുപാട് അങ്ങോട്ട് നടക്കാനുണ്ട്. പക്ഷെ ഞങ്ങൾ അത്രയും ദൂരം അങ്ങോട്ട് പോയില്ല, കാരണം അത്രയ്ക്ക് വെയിലായിരുന്നു. എന്നിട്ട് ഞങ്ങൾ റിട്ടേൺ വരുന്ന സമയത്താണ് ആ അമ്പെയ്ത്തിൻ്റെ കണ്ടത്. അപ്പോൾ അവിടെ സമ്മാനം ഒക്കെ ഉണ്ടായിരുന്നു. അമ്പെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പോയിന്റിൽ, അവർ പറയുന്ന ആ പോയിന്റിൽ എത്തിക്കുകയാണെങ്കിൽ അവിടെ ഓരോ സമ്മാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ അറ്റംപ്റ്റ് നടത്തി. ഫസ്റ്റ് ചെയ്ത് റിജുനേട്ടനായിരുന്നു. 3 അറ്റംപ്റ്റിൽ ഒരറ്റംപ്റ്റ് കറക്റ്റ് ആയതുകൊണ്ട് റിജുനേട്ടന് ഒരു ചെറിയ കീ ചെയിൻ അവിടുന്ന് സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ശിവലിംഗത്തിൻ്റെ ഒരു കീ ചെയിൻ സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും ഓരോ അറ്റംപ്റ്റ് നടത്തി. ഞങ്ങളെല്ലാവരും ചെയ്തതിലും വെച്ച് ഏറ്റവും ദൂരെ പോയിട്ടുണ്ടായിരുന്ന ഒരു അമ്പായിരുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള കീ ചെയിൻ. പിന്നെ എല്ലാവരും താഴെ ഇറങ്ങി ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്തു നമ്മളെ കുറച്ച് നേരം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് താഴെ എത്തി, ബസ് കയറി. നമ്മളൊരു 1:30 ആയപ്പോഴേക്കും ഏകദേശം കാക്കവേല് ഭാഗത്തെത്തി. അവിടെ ഒരു ഒഴിഞ്ഞ ഏരിയ കണ്ടപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വണ്ടി ഒതുക്കി. ഫുഡ് ഞങ്ങൾ ബിരിയാണി ആയിരുന്നു കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതായത് ഞങ്ങൾ ഇവിടുന്ന് ആളെ കൊണ്ട് വെപ്പിച്ചിട്ട് അതേപോലെ ദമ്മിട്ട് നമ്മൾ കൊണ്ടുപോയതായിരുന്നു. അവിടെ എത്തിയതിന് ശേഷമാണ് ഞങ്ങൾ ആ ദമ്മ് പൊട്ടിച്ചത്. അപ്പോഴേക്കും എല്ലാവർക്കും വിശന്നിട്ടുണ്ടായിരുന്നു, ഏകദേശം ടയേർഡായിട്ടുണ്ടായിരുന്നു എല്ലാവരും. പിന്നെ ഒരു ഭാഗത്ത് സാലഡ് ഉണ്ടാക്കുന്നു, വേറൊരു ഭാഗത്ത് അച്ചാർ ഒഴിക്കുന്നു. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പ്രിപ്പറേഷനിലായിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഒരു ചിക്കൻ കടയിൽ നിന്ന് കുറച്ച് ചിക്കൻ, രാത്രിത്തേക്കുള്ള ചിക്കനൊക്കെ വാങ്ങി ഞങ്ങൾ പിന്നെ കുറച്ച് ഗാനമേളയും പാട്ടും ഒക്കെ ആയിട്ട് പിന്നെ സ്ലോയിലാണ് പിന്നെ ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ ബുക്ക് ചെയ്ത് റിസോർട്ട് അമ്പലവയൽ ഭാഗത്തായിരുന്നു. അപ്പം നമ്മളവിടെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് ഓഫ് റോഡ് യാത്ര ഉണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ നിന്ന് ജീപ്പായിട്ട് വന്നു നമ്മളെ പിക്ക് ചെയ്ത് ഒരു 3 പ്രാവശ്യം ട്രിപ്പ് അടിച്ചിട്ടാണ് നമ്മളവിടെ റിസോർട്ടിൽ എത്തിച്ചത്. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു എല്ലാവർക്കും ആ റിസോർട്ട്. കാരണം ഞങ്ങളൊക്കെ ഇതിനു മുമ്പ് ഒരുപാട് ടൂർ പോയിട്ടുണ്ടെങ്കിലും ഇതുപോലെ ഒരുപാട് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളിങ്ങനെ ഒരു സ്റ്റേക്കേഷൻ ഇത് ആദ്യമായിട്ടാണ്. എല്ലാം നമ്മൾ 1 ഡേ ട്രിപ്പായിട്ടാണ് പോകാറ്. പാച്ചുവിന് ചെറിയൊരു ജലദോഷം ഉള്ളതുകൊണ്ട് അവനെ ഡയറക്റ്റ് വെള്ളത്തിൽ ഇറക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കുറേ നേരം മറന്ന് വെള്ളത്തിൽ കളിച്ചു. എല്ലാവരും വെള്ളത്തിലായിരുന്നു കുറേ നേരം. പിന്നീടിടായി ലൈറ്റൊക്കെ പോയപ്പോഴാണ് ഞങ്ങൾ വെള്ളത്തിൽ നിന്ന് എല്ലാവരും കയറിയത്. അപ്പോഴേക്കും ഇവിടെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഡിന്നറിനുള്ളത് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യായിരുന്നു ഇവിടുന്ന്. അവിടെ ചെറിയൊരു ഊഞ്ഞാലും സീസോയൊക്കെ ആയിട്ട് നമുക്ക് കളിക്കാനുള്ള ഒരു ഏരിയ കൂടി ഉണ്ടായിരുന്നു. നമുക്ക് ഡിന്നറിന് ചിക്കൻ കറിയും പൊറോട്ടയായിരുന്നു. പൊറോട്ട നമ്മളവിടെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ചിക്കനും നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്നതാണ്. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ബായി ഞങ്ങൾക്ക് ക്യാമ്പ് ഫയറിന് വേണ്ട കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തു തന്നു. പിന്നെ ആ ചിക്കൻ കറി ആവുന്ന ആ ഒരു ഗ്യാപ്പിലേക്ക് ഞങ്ങൾ കുറച്ച് ഗാനമേളയൊക്കെ സെറ്റാക്കി. എല്ലാവരും പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചു. ഗെയിമൊക്കെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിയായിട്ട് ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ചെയ്തു.
ഫുഡ് കഴിക്കുന്ന വീഡിയോ പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാൻ പാടില്ല. കാരണം ഫുഡ് കഴിക്കുമ്പോൾ നമ്മൾ എപ്പോഴും വീഡിയോ എടുക്കാൻ മറന്നു. ചിലപ്പോൾ ഈ വ്ളോഗിങ്ങിൽ നമ്മളത്ര പ്രോ അല്ലാത്തതുകൊണ്ടാവാം, കുറച്ച് കഴിഞ്ഞാൽ റെഡി ആവുമായിരിക്കും. പിന്നെ എല്ലാവരും ഒറ്റയ്ക്കും ഇരട്ടയ്ക്കൊക്കെ ആയി ഡാൻസ് കളിച്ചു. അപ്പോഴേക്കും ഓരോരുത്തർ ഓരോ സൈഡിലിരുന്നു. പാച്ചുവിനെ ഞാൻ കുറച്ച് നേരത്തെ തന്നെ കൊണ്ടുപോയി ഉറക്കി. അതുകൊണ്ട് പാച്ചു ഇതൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡേ 1 കാഴ്ചകൾ. ഇനി ഡേ 2 വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.